സ്ത്രീകളുടെ സ്വകാര്യ ഭാഗം അല്ലെങ്കിൽ പ്രൈവറ്റ് ഏരിയ വൃത്തിയാക്കുക എന്നുള്ളത് ആരോഗ്യ സംരക്ഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അണുബാധകൾ ഒഴിവാക്കാനും ആരോഗ്യകരമായിട്ട് ജീവിക്കാനും എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം എന്ന് നോക്കാം. അതിൽ ആദ്യത്തേത്, ദിവസവും നമ്മൾ ചൂടുവെള്ളം ഉപയോഗിച്ച് 1-2 തവണ പ്രൈവറ്റ് ഏരിയ കഴുകാനായിട്ട് ശ്രദ്ധിക്കുക. മലമൂത്ര വിസർജനത്തിന് ശേഷം കഴുകുന്ന സമയത്ത് മുന്നിൽ നിന്ന് ബാക്കിലേക്ക് കഴുകാനായിട്ട് ശ്രദ്ധിക്കുക. ബാക്കിൽ നിന്ന് മുന്നിലേക്ക് കഴുകുമ്പോൾ മലദ്വാരത്തിനടുത്തുള്ള ബാക്ടീരിയകൾ യോനിയിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, യോനിയുടെ ഭാഗം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ്. അത് റഫായിട്ട് കൈകാര്യം ചെയ്യാതിരിക്കുക. പിന്നെ കഠിനമായ സോപ്പുകൾ, കെമിക്കലുകൾ അടങ്ങിയിട്ടുള്ള ക്ലെൻസറുകൾ, അതുപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങൾ അടങ്ങിയിട്ടൊക്കെയുള്ള വസ്തുക്കളൊന്നും ആ ഭാഗത്ത് ഉപയോഗിക്കാതിരിക്കുക. ഇത് യോനിയുടെ pH ബാലൻസ് തെറ്റിക്കാൻ സാധ്യതയുണ്ട്. അടിവസ്ത്രങ്ങൾ മാക്സിമം കോട്ടന്റെ അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇറുകിയ വസ്ത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. ഇനി യോനിയിൽ നിന്ന് ഭയങ്കര ദുർഗന്ധത്തോട് കൂടിയിട്ടുള്ള ഡിസ്ചാർജ് വരിക, ഭയങ്കര ചൊറിച്ചിൽ അല്ലെങ്കിൽ അവിടെ നിറവ്യത്യാസമൊക്കെ കാണുകയാണെങ്കിൽ അത് അണുബാധയുടെ ലക്ഷണമാണെന്ന് മനസ്സിലാക്കുകയും എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്.